നമസ്കാരം. 2024 ജൂലൈ 29 അന്ന് ഒരു തിങ്കളാഴ്ചയാണ്. തലേദിവസം ഞായറാഴ്ച അതിശക്തമായ മഴ വയനാട്ടിലെ വെള്ളരിമല വില്ലേജ് ഭാഗത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അധികാരികൾ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖല ആയതുകൊണ്ട് ഫയർഫോഴ്സുകാരും സ്ഥലത്തുണ്ട്. തിങ്കളാഴ്ച രാവിലെ ആയപ്പോൾ മഴ ലേശം ഒന്ന് കുറഞ്ഞു. ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോൾ മഴ തീരെ ഇല്ല എന്ന സ്റ്റേജിലേക്ക് അവിടുത്തെ അന്തരീക്ഷം മാറിയപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് കൽപ്പറ്റയിലേക്ക് മടങ്ങി. ആ വെള്ളരിമല മേഖലയിൽ എന്നാൽ അതേ സമയത്ത് നേരത്തെ ഉണ്ടായ മണ്ണിടിച്ചിലിന്റെ ഭാഗമായിട്ട് ചെളി കലർന്ന വെള്ളം നദി കൂടി ഒലിച്ചു വരുന്നുണ്ട്. വനത്തിനകത്ത് എവിടെയോ മണ്ണിടിച്ചിൽ ഉണ്ടായത് കൊണ്ടാണ് നദിയിലൂടെ വെള്ളം കലങ്ങി മറിഞ്ഞു വരുന്നതെന്ന് അറിയാവുന്ന അധികാരികൾ നാട്ടുകാരെയൊക്കെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. മുണ്ടക്കയിൽ നിന്ന് ചുരൽമലയിലേക്ക് ഒഴുകുന്ന ഇലവഴിഞ്ഞ പുഴ ഏതാണ്ട് കലങ്ങി മറിഞ്ഞ് ഒഴുകുന്നത്. ആ നദിയുടെ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളെയാണ് അധികാരികൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. നദിയുടെ അരിയിലുള്ള ആളുകൾ മാത്രമാണ് മാറി താമസിക്കുന്നത്. അല്ലാത്ത ആളുകളൊക്കെ അതാത് സ്ഥലങ്ങളിൽ തന്നെ താമസിക്കുകയാണ്. മഴ ഏതാണ്ട് ശമിച്ച ഒരു സമയമാണ്. ഈ ചുരൽമല പ്രദേശം ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള പ്രദേശങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അധികാരികൾ വളരെ നിർബന്ധപൂർവ്വം തന്നെ പലരെയും ഒഴിപ്പിച്ച് സുരക്ഷിതമായി കെട്ടിടങ്ങളിലേക്ക് മാറ്റി താമസിപ്പിച്ച് അതൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളാക്കി മാറ്റുന്ന പ്രക്രിയ ഏതാണ്ട് പൂർത്തിയായപ്പോഴേക്കും തിങ്കളാഴ്ച വൈകുന്നേരമായി. ആ സമയത്ത് വീണ്ടും മഴ തുടങ്ങി. പതിവിന് വിരുദ്ധമായി മഴയുടെ അളവ് പെട്ടെന്നാണ് അങ്ങ് കൂടിയത്. ഏകദേശം രാത്രി 10 മണി ആയപ്പോഴേക്ക് തന്നെ അതിശക്തമായ മഴ ആ മേഖലകളിലെ എല്ലാ ആളുകൾക്കും അനുഭവപ്പെട്ടു തുടങ്ങി. ആ മഴയ്ക്കൊപ്പം രൂക്ഷമായ ചെളിയുടെ ഗന്ധവും അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തോ ഒരു അസ്വസ്ഥത പല ആളുകൾക്കും അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. മഴയുടെ അളവ് കൂടിക്കൂടി വരികയാണ്. മഴ പെയ്യുന്ന അതിശക്തമായ ശബ്ദത്തോടൊപ്പം തന്നെ രൂക്ഷമായ ഗന്ധവും കൂടിക്കൂടി വന്നപ്പോൾ പല വീട്ടുകാരും വല്ലാതെ അസ്വസ്ഥതയോടുകൂടി എണീറ്റ് പുറത്തേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയത്ത് വനത്തിനുള്ളിൽ നിന്ന് ആന ചിഹ്നം വിളിക്കുന്ന ശബ്ദവും കേൾക്കാം. മൃഗങ്ങളൊക്കെ വല്ലാതെ ശബ്ദമുണ്ടാക്കുന്നുണ്ട്. അപ്പോഴേക്കും സമയം രാത്രി ഏകദേശം 12 മണി കഴിഞ്ഞ് 45 മിനിറ്റായി. ഏതാണ്ട് ഈ സമയമായപ്പോൾ സകല വീടുകളിലും വൈദ്യുതി പോയിരിക്കുകയാണ്. കുറ്റാക്കൂരിട്ട് എന്ന് പറയാവുന്ന ശൈലിയിലേക്ക് അന്തരീക്ഷം മാറി. ശക്തമായി മഴ പെയ്യുന്നുണ്ട്. പുറത്ത് ഒന്നും കാണാൻ പറ്റാത്ത സാഹചര്യമാണ്. പലരും നല്ല ഉറക്കത്തിലേക്ക് വീഴുകയും ചെയ്തു. ഈ അവസ്ഥയിൽ ആ ഭാഗം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചെളിയുടെ ഗന്ധം കൂടിക്കൂടി വരികയാണ്. ഉറക്കം എണീറ്റിരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ആ ഗന്ധം ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ബാക്കി എല്ലാവരും സുഖനിദ്രയിലാണ്. സമയം രാത്രി 1 മണി കഴിഞ്ഞ് 46 മിനിറ്റ്. ഇലവഴിഞ്ഞ പുഴയുടെ ഉത്ഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്തിന് സമീപത്ത് മുണ്ടക്കൈക്ക് ഇടയിലായി വെള്ളാർ മലയിലെ വെള്ളൂരി പാറയുടെ ഒരു നല്ല ഭാഗം അടർന്ന് പാറക്കഷ്ണങ്ങളും ചെളിയും മഴവെള്ളവുമായി ഒലിച്ച് താഴേക്ക് വരുന്നത് ആ നിമിഷത്തിലാണ്. അവിടെ ഉരുൾപൊട്ടിയ വിവരം ആ സമയത്തും മുണ്ടക്കയത്തെ ആളുകൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും അവർ പലരും സംഭവം അറിയുകയാണ്. നല്ല ഉറക്കത്തിലായിരുന്ന പല വീട്ടുകാരും വൻ ശബ്ദം കേട്ടാണ് ഞെട്ടി ഉണരുന്നത്. ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്ന വീട്ടുകാർ തികച്ചും ഞെട്ടിപ്പോകുന്ന കാഴ്ചകളാണ് അവർക്ക് ചുറ്റുമുള്ളത്. പല വീടുകളിലെയും വാതിലും ജനാലകളൊക്കെ തകർത്ത് അകത്തേക്ക് മഴവെള്ളം കുത്തി ഒലിച്ച് കയറിയിരിക്കുകയാണ്. മഴവെള്ളം മാത്രമല്ല, വൻതോതിൽ ചെളിയും കയറിയിട്ടുണ്ട്. ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്ന പലർക്കും എണീറ്റ് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ആ വീടുകളിലെ ആളുകളുടെ കഴുത്തൊപ്പം ഏതാണ്ട് ചെളി നിറഞ്ഞു നിൽക്കുകയാണ്. മൂവ് ചെയ്യാൻ പോലും ആർക്കും പറ്റാത്ത സാഹചര്യമാണ് ചില വീടുകളിൽ. ചിലർ എങ്ങനെയൊക്കെയോ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കുമ്പോൾ അടുത്തുണ്ടായിരുന്ന വീടുകൾ കാണാനില്ല. കയ്യിൽ കിട്ടിയ ടോർച്ച് എടുത്ത് പുറത്തേക്ക് അടിച്ചു നോക്കുന്ന അവരിൽ പലരും കാണുന്നത് കൂറ്റൻ മരങ്ങൾ ഒഴുകിപ്പോകുന്നതാണ്. ചെളിയും പാറകളും ഒഴുകിപ്പോകുന്ന കാഴ്ചയും കാണാം. നേരത്തെ അവർക്ക് മുന്നിലുണ്ടായിരുന്ന വീടുകളും മരങ്ങളും ഒന്നും തന്നെ ആ പ്രദേശത്തില്ല. ചെളി മാത്രമായി ഒരു നദി പോലെ ഒഴുകുന്ന കാഴ്ചയാണ് ആളുകൾ കാണുന്നത്. ഈ സമയത്ത് ആളുകൾ അലമുറയിട്ട് കരയുന്ന ശബ്ദവും കേൾക്കാം. എങ്ങോട്ടേക്കാണ് ഓടേണ്ടതെന്ന് ആർക്കും ഒരു പിടിയുമില്ല. ഈ നിമിഷത്തിൽ പലരും അവരുടെ കൈവശമുള്ള മൊബൈലിലൂടെ അധികാരികളെ ബന്ധപ്പെട്ടു. ആദ്യം വിവരമറിഞ്ഞത്
കൽപ്പറ്റയ്ക്ക് മടങ്ങിയിരുന്ന ഫയർഫോഴ്സുകാരാണ്. വിവരമറിഞ്ഞ ഫയർഫോഴ്സുകാർ ആ നിമിഷം തന്നെ മുണ്ടക്കയത്തേക്ക് തിരിച്ചു. ഏകദേശം 2:15 അവർ ചൂരൽമലയിലെത്തി. ചൂരൽമലയിൽ അവർ ആദ്യം എത്തിയത് ചൂരൽമല ഹൈസ്കൂളിനടുത്താണ്. ഹൈസ്കൂളിന്റെ വരാന്തയിൽ ആ സമയത്ത് ഒരു സ്ത്രീ കിടപ്പുണ്ടായിരുന്നു. അവരെ രക്ഷിച്ച ഫയർഫോഴ്സുകാർ മുകളിലേക്ക് നീങ്ങി തുടങ്ങിയാണ്. ഈ സമയമായപ്പോൾ വയനാട്ടിൽ ഉരുൾപൊട്ടി എന്നുള്ള ന്യൂസ് സോഷ്യൽ മാധ്യമങ്ങൾ വഴി പലരും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ വിവരം അറിഞ്ഞ ആ മേഖലയിൽ താമസിക്കുന്ന ആളുകളുടെ ബന്ധുക്കൾ തലങ്ങും വിലങ്ങും ഫോൺ വിളിക്കാൻ ശ്രമിക്കുകയാണ്. പലരെയും കോൺടാക്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. സ്ഥലത്തെത്തിയ ഫയർഫോഴ്സുകാരുടെ സഹായത്തോടു കൂടി രക്ഷാപ്രവർത്തനങ്ങൾ നടന്നു തുടങ്ങുമ്പോൾ NDRF ടീമും വിവരമറിഞ്ഞു. അവരും ഉടൻ തന്നെ ആ മേഖലയിലേക്ക് തിരിച്ചു. വിവരം വില്ലേജ് അധികാരികളും പഞ്ചായത്ത് അധികാരികളൊക്കെ അറിഞ്ഞതുകൊണ്ട് അവരും രംഗത്തിറങ്ങിയിട്ടുണ്ട്. പല മേഖലയിൽ നിന്നായി ആളുകളൊക്കെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോഴും നന്നായി മഴ പെയ്യുകയാണ്. ഇപ്പോൾ സമയം 2:30 കഴിഞ്ഞിരിക്കുകയാണ്. രക്ഷാപ്രവർത്തകർ ആളുകളെ രക്ഷിച്ച് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ശരിക്കും കാതടപ്പിക്കുന്ന ഒരു ശബ്ദം ആളുകൾ കേൾക്കുന്നത്. ഒരു ഹൂങ്കാര ശബ്ദമാണ് കേട്ടത്. ആളുകളുടെ കയ്യിൽ ടോർച്ചുകൾ മാത്രമാണ് ഉള്ളത്. ഫയർഫോഴ്സുകാർ അവരുടെ തലയിൽ ധരിച്ചിരിക്കുന്ന ആ സെർച്ച് ലൈറ്റിലൂടെയുള്ള പ്രകാശത്തിലാണ് ആളുകളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പല വീടുകളിലും പ്രകാശമേ ഇല്ല. അതിനിടയിൽ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്ന ആളുകൾ പലരും ജീവൻ മരണ പോരാട്ടമാണ് നടത്തുന്നത്. ഒരു വീട്ടുകാർ ശരിക്കും സാഹസികമായിട്ടാണ് ആ സമയത്ത് രക്ഷപ്പെട്ടത്. ചെളി ആ വീട്ടിലേക്ക് ഇടിച്ചു കയറിയപ്പോൾ ആ വീട്ടിലെ ഗൃഹനാഥൻ കഴുത്തൊപ്പം ചെളി മുങ്ങിയ സമയത്ത് അയാൾക്ക് എങ്ങനെയോ ഒരു തടിയുടെ പുറത്ത് ചവിട്ടാനും അതിൻ്റെ ഫലമായി മുകളിലുള്ള സീലിംഗ് ഫാനിൽ പിടിക്കാനും പറ്റി. അയാൾ ആ സീലിംഗ് ഫാനിൽ പിടിച്ചപ്പോൾ സീലിംഗ് ഫാൻ പതുക്കെ കറങ്ങി തുടങ്ങി. ആ സമയത്താണ് അയാളുടെ ഭാര്യ അയാളെ കയറി പിടിക്കുന്നത്. ശരിക്കും ആ ഫാന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ കറങ്ങുന്ന ഫാനിൽ അയാളെ പിടിച്ച് അയാളും അയാളുടെ ഭാര്യയും അങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ഈ സമയത്ത് ആ വീട്ടിലുള്ള ആളുകളെ രക്ഷിക്കാൻ 18 വയസ്സുള്ള അയാളുടെ മകൻ ഒരു ശ്രമം നടത്തി. ബാക്കിയുള്ള ആളുകളൊക്കെ ഏതാണ്ട് ചെളിയിൽ പൊതിഞ്ഞു കിടക്കുമ്പോൾ അവൻ ശരിക്കും സാഹസികമായിട്ട് ആ ആളുകളൊക്കെ ആ ചെളിയിൽ നിന്ന് വലിച്ച് പുറത്തിറക്കുകയാണ്. ഇതേ ശൈലിയിൽ പല സ്ഥലത്തും ഓരോ രംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വീടിനകത്തേക്ക് ഒരു കൂറ്റൻ മരം ഇടിച്ചു കയറി വന്നു. പിടിച്ചാൽ പിടിപറ്റാത്ത ശൈലിയുള്ള ഒരു വലിയ മരമാണ് വീടിനകത്തേക്ക് കയറിയത്. അവർ വാതിൽ തകർത്തുകൊണ്ട് ആ വലിയ മരം വീട്ടിനകത്ത് നിൽക്കുന്ന കാഴ്ച അമ്പരപ്പുഴ കണ്ട ആ വീട്ടുകാർ എങ്ങനെയൊക്കെയോ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാണ്. അവർ പുറത്തിറങ്ങുമ്പോൾ അവരും നേരത്തെ അതേ കാഴ്ചയാണ് കാണുന്നത്. ചെളി കുത്തി ഒലിച്ച് പുറത്തേക്ക് ഒഴുകുന്നു. ഒരു വൻ ഉരുൾപൊട്ടലായി മാറി പാറയും ചെളിയും വെള്ളവും മരങ്ങളുമായി ഒലിച്ച് താഴേക്ക് വരുമ്പോൾ ആ മുണ്ടക്കയത്തുണ്ടായിരുന്ന ഒരു ഗ്രാമം ഏതാണ്ട് പൂർണ്ണമായും ആ നിമിഷം ഒലിച്ചു പോവുകയാണ്. ഈ സമയത്ത് അവിടെ ഫയർഫോഴ്സിന്റെ റെസ്ക്യൂ വർക്കേഴ്സ് ഉണ്ട്, അതുപോലെ സന്നദ്ധ പ്രവർത്തകരുമുണ്ട്. അവർ അവിടെയുള്ള ആളുകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ഹൂങ്കാര ശബ്ദം കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഫയർഫോഴ്സുകാരോട് മുകളിലേക്ക് കയറാൻ ആവശ്യപ്പെട്ടിരുന്നു. അവരെല്ലാവരും ഓടിക്കയറുമ്പോഴേക്കും വൻ ശബ്ദത്തോടു കൂടി ആ മലവെള്ളം അവരുടെ കണ്ണിന്റെ മുന്നിലൂടെയാണ് ഒലിച്ച് താഴോട്ട് പോയത്. വൻ ശബ്ദത്തോടു കൂടി ആ മലവെള്ളം അവരുടെ കണ്ണിന്റെ മുന്നിലൂടെയാണ് ഒലിച്ച് താഴോട്ട് പോയത്. പാറയും ചെളിയും മഴവെള്ളവും മരങ്ങളൊക്കെയായി അതങ്ങനെ ഒലിച്ച് താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയും ആളുകളെ രക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് സന്നദ്ധ പ്രവർത്തകരും ഫയർഫോഴ്സ് അധികാരികളും കടക്കുകയാണ്. മുണ്ടക്കയത്ത് തുടർച്ചയായി 2 ഉരുൾപൊട്ടലുകൾ ഉണ്ടായ വാർത്ത അറിഞ്ഞ അധികാരികൾ രക്ഷാപ്രവർത്തനത്തിനായി നടപടികൾ സ്റ്റാർട്ട് ചെയ്തു. രക്ഷാപ്രവർത്തകരെ കോഴിക്കോട് നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വയനാടേക്ക് അയക്കാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടക്കുകയാണ്. റവന്യൂ അധികാരികൾ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ഉരുൾപൊട്ടലിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള മേഖലകളിലെ ആളുകളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം അതിവേഗം ഒഴുകിപ്പോവുകയാണ്. പലരും അവർ താമസിച്ചിരുന്ന വീടുകളിൽ ഉണ്ടോ എന്ന് പോലും ആർക്കും അറിയാൻ വയ്യാത്ത സാഹചര്യമാണ്. പൂർണ്ണമായും ഇരുട്ടാണ്, നല്ല മഴയുമുണ്ട്. തലയിലുള്ള ആ സെർച്ച് ലൈറ്റുകളും കയ്യിലുള്ള ടോർച്ചുകളും ഉപയോഗിച്ച് കിട്ടാവുന്ന വെട്ടത്തിൽ ആളുകളെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ചിഹ്നം വിളിക്കുന്ന ആനയുടെ ശബ്ദവും ആൾക്ക് കേൾക്കാം.
രക്ഷപ്പെട്ട് ഓടിയ ആളുകൾ ചിലരൊക്കെ ഈ സമയത്ത് ആനകളുടെ മുന്നിലാണ് ചെന്ന് പെട്ടത്. പക്ഷെ ആന തികച്ചും അത്ഭുതകരമായി ആളുകളെ ഉപദ്രവിക്കാതെ അവർക്ക് ഏതാണ്ട് കാവൽ നിൽക്കുന്ന ഒരു സാഹചര്യം അതിനിടയിൽ ഉണ്ടായി. മഴ അതിശക്തമായി പെയ്യുകയാണ്. കുത്തി ഒലിച്ചു വന്ന ആ മുണ്ടക്കയത്തു നിന്നുള്ള വെള്ളം, കല്ലും പാറയൊക്കെ ചൂരൽമലയ്ക്ക് സമീപത്ത് വന്നടിയുന്നത് ഈ സമയത്താണ്. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിൽ മഴവെള്ളത്തോടൊപ്പം ആ കല്ലും മണ്ണും ചെളിയും പാറകളും അതോടൊപ്പം മരങ്ങളുമൊക്കെ അടിഞ്ഞ് അവിടെയുള്ള ഒരു കുഴി ഏതാണ്ട് പൂർണ്ണമായും വെള്ളം നിറഞ്ഞ് ഏതാണ്ട് സാച്ചുറേഷനിലെത്തി 4 മണി കഴിഞ്ഞപ്പോൾ അടുത്ത ഉരുൾപൊട്ടലുണ്ടായി. ആ ഉരുൾപൊട്ടൽ ഇലവഴിഞ്ഞി പുഴയുടെ ആ ദിശ തന്നെ തെറ്റിക്കുന്ന ശൈലിയില ഉണ്ടായത്. 4 മണി കഴിഞ്ഞ് ഉണ്ടായ ആ ശക്തമായ ഉരുൾപൊട്ടലിൽ ഇലവഴിഞ്ഞി പുഴ വഴിമാറി ഒഴുകി നേരെ എത്തിയത് ചൂരൽമലയിലെ ആ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കോമ്പൗണ്ടിലൂടെയാണ്. അങ്ങനെ വന്ന ആ നദി ചൂരൽമല ടൗണിനെ നാമാവശേഷമാക്കിക്കൊണ്ട് കടന്നുപോയത്. എന്താണ് താഴെ സംഭവിക്കുന്നതെന്ന് മുകളിലുള്ള റെസ്ക്യൂ ഫോഴ്സുകാർ അറിഞ്ഞിട്ട് പോലുമില്ല. എന്നാൽ അതേ സമയത്ത് ചൂരൽമലയിലേക്ക് താഴെ നിന്ന് രക്ഷാപ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. മൂന്നാമത് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ള വാർത്ത വല്ലാത്തൊരു ചങ്കിടിപ്പോടു കൂടിയാണ് അധികാരികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കൊരു പിടിയില്ല. പക്ഷെ ആ മൂന്നാമത്തെ ഉരുൾപൊട്ടൽ ശരിക്കും ഒരു മല ഇളകി വരുന്ന അതേ പ്രതീതിയാണ് ഉണ്ടാക്കിയത്. തെങ്ങൊപ്പം വെള്ളം ആ ഹൈസ്കൂളിന് സമീപത്തേക്ക് ഒഴുകി വരികയായിരുന്നു. നേരത്തെ അവിടെ താമസിച്ചിരുന്ന ആളുകളെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് അവിടെ നിന്ന് മാറ്റിയത്. ആ സ്കൂളിൻ്റെ കോമ്പൗണ്ടും ഏതാണ്ട് ആ ഭാഗത്തുള്ള എല്ലാ ബിൽഡിങ്ങുകളും ഈ മലവെള്ളപ്പാച്ചിലിൽ തകർന്ന് തരിപ്പണമായി. ആ മലവെള്ളപ്പാച്ചിൽ തൊട്ട് താഴെയുള്ള ക്ഷേത്രത്തെ ഏതാണ്ട് പൂർണ്ണമായി അവിടുന്ന് എടുത്തു മാറ്റിയായിരുന്നു. ആ ക്ഷേത്രത്തിന് മുന്നിലുള്ള ആൽമരം മാത്രം അവശേഷിച്ചു. ആ നദി താഴേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 10 അടി വീതിയിലുള്ള ഒരു പാലമുണ്ടായിരുന്നു. ആ പാലം ആ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി. ആ മലവെള്ളപ്പാച്ചിലിൽ പാലം ഒഴുകിപ്പോവുക മാത്രമല്ല ഉണ്ടായത്, ആ നദിയുടെ വീതിയും അവിടെ അങ്ങ് വർദ്ധിച്ചു. 10 അടി മാത്രം വീതി ഉണ്ടായിരുന്ന നദി 150 അടി വീതിയിലേക്ക് മാറുമ്പോൾ ആ 150 അടി വീതിയിലുണ്ടായിരുന്ന സകല സംഭവങ്ങളും അവിടെ നിന്ന് ഒഴുകി മാറിയിരിക്കുകയാണ്. ആ വീതിയിൽ ധാരാളം വീടുകളുണ്ടായിരുന്നു, കൃഷിസ്ഥലങ്ങളുണ്ടായിരുന്നു, സകലതും ഒലിച്ചു പോയി കഴിഞ്ഞു. ഇപ്പോൾ നേരം വെളുത്തു കഴിഞ്ഞു. ചാനലുകൾ വാർത്ത ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. സകല TV ചാനലുകളും അവരുടെ ഓബിവാനികളുമായിട്ട് കൽപ്പറ്റയിലേക്കും അവിടെ നിന്ന് മേപ്പാടിയിലേക്കും എത്തിയിട്ടുണ്ട്. മേപ്പാടിയിൽ അവരെത്തുമ്പോഴാണ് ചൂരൽമലയുടെ അവസ്ഥ അവർ കാണുന്നത്. ചൂരൽമലയിലെ ആ നദി ക്രോസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ അവർക്ക് മുണ്ടക്കയത്ത് എത്താൻ പറ്റൂ. ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ള വാർത്തയാണ് ആ സമയത്ത് ചാനലിൽ ബ്രേക്ക് ചെയ്യുന്നത്. എന്നാൽ അതിനു മുമ്പ് മുണ്ടക്കയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ കാര്യം ചാനലുകൾക്ക് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അങ്ങോട്ടേക്ക് പോകാൻ ഒരു യാത്രാ സൗകര്യമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്ന ഏക റോഡും പാലവും ഇപ്പോൾ ഇല്ല. ഇതിനിടയിൽ ഫയർഫോഴ്സുകാർ താൽക്കാലികമായി ഒരു പാലം അവിടെ സംഘടിപ്പിച്ചു. ആ പാലത്തിലൂടെ മറുകരെ കുടുങ്ങിപ്പോയ ആളുകളെ അതിവേഗം പുറത്തെത്തിക്കുന്ന ദൗത്യത്തിലേക്ക് അവർ കടന്നു. ഈ സമയമായപ്പോൾ NDRFും സ്ഥലത്തുണ്ട്. അവരും ദ്രുതഗതിയിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു തുടങ്ങി. വിവരമറിഞ്ഞ പല മേഖലകളിൽ നിന്നും ആളുകൾ അങ്ങോട്ട് ഒഴുകി വരികയാണ്. എങ്ങനെയും ആളുകളെ രക്ഷിക്കാനുള്ള ഒരു ഉദ്യമത്തോടു കൂടി ഓടിയെത്തിയ ആളുകൾ അവിടെ കണ്ട കാഴ്ച ശരിക്കും അമ്പരപ്പെടുകയാണ് കണ്ടത്. ശരിക്കും ഞെട്ടിപ്പോയി എന്ന് പറയാം. പലരും നേരത്തെ ചുരൽമലയിൽ വന്നിട്ടുള്ളവരാണ്. ചുരൽമല അവർക്ക് അറിയാം. പക്ഷെ അവർക്കറിയാവുന്ന ചുരൽമല അല്ല അവർ കാണുന്നത്. ഒരു ടൗണും പള്ളിയും സ്കൂളും തുടങ്ങി 100,000 സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന, തേയിലത്തോട്ടം ഉണ്ടായിരുന്ന, ജീവനക്കാർ താമസിക്കുന്ന ലയമുണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ അതൊന്നും അവിടെ കാണാനില്ല. വെറും മണ്ണ് മാത്രം അവിടെ അവശേഷിക്കുകയാണ്. കൂറ്റൻ പാറകൾ എല്ലാ സ്ഥലത്തുമുള്ളത്. അവിടെ താമസിച്ചിരുന്ന ആളുകളുടെ ബന്ധുക്കൾ പലരും വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. വേണ്ടപ്പെട്ടവർ ഉറ്റവരൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് കരയുന്ന ആളുകൾ വൻതോതിൽ കൂടി വരികയാണ്. പക്ഷെ അവർക്ക് പരിചയമുണ്ടായിരുന്ന സ്ഥലം തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമാണ്. അവരുടെ വീടുണ്ടായിരുന്ന സ്ഥലം അവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. വീട് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സ്ഥലം പോലും ഇപ്പൊ ഇല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വീട്ടിലുണ്ടായിരുന്ന ആളുകളുടെ അവസ്ഥ ഊഹിക്കാവുന്നതേ ഉള്ളൂ.
ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. സമയം അതിവേഗം ഓടിപ്പോവുകയാണ്. ചെളിയിൽ പൊതിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ ജീവനോട് ആരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സകല ആളുകളും. പോലീസുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, NDRF ഉണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്, അധികാരികളുണ്ട്, വിവരമറിഞ്ഞെത്തിയ മന്ത്രിമാരും സ്ഥലത്തുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധ ഒരേ ഒരു കാര്യത്തിലാണ്. അവിടെ നിന്ന് ആളുകളെ ജീവനോട് രക്ഷിക്കാൻ പറ്റുമോ എന്നതാണ് അവരുടെ ശ്രദ്ധ. ഈ സമയത്താണ് അങ്ങ് അകലെ സംഭവ സ്ഥലത്തുനിന്ന് ഏകദേശം 90 കിലോമീറ്റർ മാറി ചാലിയാറിൽ ചില മൃതദേഹങ്ങൾ കണ്ടു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇലവഴിഞ്ഞി പുഴ വഴി ഒഴുകിയ ആ മൃതദേഹങ്ങൾ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലൂടെ ചാലിയാറിലെത്തി. ചാലിയാറിലൂടെ അനവധി കിലോമീറ്റർ ഒഴുകി മലപ്പുറം ജില്ലയിലെ പോത്തുങ്കലിലാണ് ആ മൃതദേഹങ്ങൾ എത്തുന്നത്. പോത്തുങ്കലിലുള്ള ആളുകൾ രാവിലെ വയനാട് ഉരുൾപൊട്ടിയ വാർത്ത TV-യിലൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരാരും അവിടെ ഉരുൾപൊട്ടുമ്പോൾ പോത്തുങ്കലിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന് ധരിക്കാത്ത ആളുകളാണ്. പക്ഷെ അമ്പരപ്പിക്കുന്ന വേഗതയിൽ മൃതദേഹങ്ങൾ പോത്തുങ്കലിലേക്ക് ഒഴുകി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നിലമ്പൂരിലുള്ള അധികാരികളുടെ ശ്രദ്ധ ആ വിഷയത്തിലേക്ക് ഉടൻ തന്നെ വന്നു. അതിവേഗമാണ് തുടർന്ന് നിലമ്പൂർ മേഖലയിൽ നടപടികൾ ആരംഭിക്കുന്നത്. എന്നാൽ ഇതേ സമയത്ത് വയനാട്ടിലെ ചുരൽമലയിലേക്ക് ആളുകൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്, അധികാരികൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്, രക്ഷാപ്രവർത്തകർ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ വലിയ വാഹനങ്ങൾ കൊണ്ടുവരാൻ ഒരു സംവിധാനവും ഇല്ല. നദി അതിശക്തമായി ചെളിയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു പാലം താൽക്കാലികമായി നിർമ്മിക്കുന്നതിനുള്ള റിക്വസ്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മുന്നിൽ കേരള സർക്കാർ വയ്ക്കുന്നത് ഈ നിമിഷത്തിലാണ്. അതിന് ഒരു ഫലമുണ്ടായി. ബാംഗ്ലൂരിലുള്ള ആർമിയുടെ യൂണിറ്റ് ബെയിലി പാലം നിർമ്മിക്കാനുള്ള സംവിധാനങ്ങളുമായി വയനാടേക്ക് തിരിച്ചു. 37 ട്രക്ക് സാധനങ്ങളാണ് ബെയിലി പാല നിർമ്മാണത്തിന് വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് ആർമി അവിടെ എത്തിച്ചത്. ആർമി ആ ബെയിലി പാല നിർമ്മാണത്തിന് വേണ്ടി സാധനങ്ങൾ എത്തിക്കുന്നതിന് മുന്നേ തന്നെ ആർമിയുടെ ടീമും രക്ഷാദൗത്യത്തിന്റെ ഭാഗമാണ്. ഇതേ സമയത്ത് നേവിയുടെ ആളുകളും എയർഫോഴ്സിന്റെ ആളുകളും ഒക്കെ രക്ഷാദൗത്യത്തിൽ പങ്കെടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നത് മുണ്ടക്കൈ മേഖലയിലാണ്. മുണ്ടക്കൈയിലേക്ക് പോകാൻ മാർഗങ്ങളേ ഇല്ല. എന്നാൽ അതേ സമയത്ത് മുണ്ടക്കൈയിലുള്ള ഒരു റിസോർട്ടിലുള്ള ആളുകൾ അവർ വല്ലാത്ത അപകടത്തിൽ പെട്ടിരിക്കുകയാണെന്ന് TV ചാനലുകൾ വിളിച്ചു പറഞ്ഞതുകൊണ്ട് TV ചാനലുകൾ ആ കാര്യം അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. ഭാഗ്യത്തിന് TV സിഗ്നലുകൾ കിട്ടുന്ന ചില മേഖലകൾ അവിടെയൊക്കെ ഉള്ളതുകൊണ്ട് എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ഏകദേശ ധാരണ ആ TV വാർത്ത കാണുന്ന ആളുകൾക്കുണ്ട്. ആഹാരമില്ലാതെ, ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ പല ആളുകളും ഏതാണ്ട് പെട്ടു നിൽക്കുകയാണ്. ഒരുപാട് ആളുകൾ പല സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുകയാണെന്നുള്ള റിപ്പോർട്ടാണ് ചാനലുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയും മുണ്ടക്കൈയിൽ എത്തിയേ പറ്റൂവെന്ന് ഏകദേശ ധാരണ എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് അതിവേഗം അതിനുള്ള നടപടികളിലേക്ക് അധികാരികൾ കടന്നു. താൽക്കാലിക പാലം നിർമ്മിക്കുന്നതിന് മുന്നേ തന്നെ മറുകരയുള്ള ആളുകളെ ഇക്കരെ എത്തിക്കാനുള്ള നടപടികളിലേക്ക് സേന കടന്നിരുന്നു. 2 കരകളെയും തമ്മിൽ കയറിലൂടെ ബന്ധിപ്പിച്ചതിന് ശേഷം ഒരു കപ്പിലൂടെ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന പരിപാടിയാണ് അവർ ചെയ്യുന്നത്. ശരിക്കും മറുകരയുള്ള ആളുകൾക്ക് വൈദ്യസഹായം അനിവാര്യമായി ആവശ്യമായതുകൊണ്ട് റിസ്ക് എടുത്ത് ഒരു വനിതാ ഡോക്ടർ മറുകര പോയതും ഈ സമയത്താണ്. വനിതാ ഡോക്ടറെ മറുകര കൊണ്ടുപോയ അതേ ശൈലിയിൽ മറുകരയിൽ നിന്ന് തികച്ചും അവശരായ ആളുകളെ ഇക്കരയ്ക്കും കൊണ്ടുവരുന്നുണ്ട്. TV ചാനലുകൾ ആ കാര്യങ്ങൾ ലൈവായി ടെലികാസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സകല ആളുകളും അത് കാണുന്നുമുണ്ട്. തികച്ചും അപകടകരമായ ഒരു സാഹചര്യമാണ് മറുകര ഉള്ളതെന്ന് എല്ലാവർക്കും ബോധ്യമാകുന്നത് ആ കാഴ്ചകൾ വഴിയാണ്. മറുകരയിൽ നിന്നുള്ള ആളുകളെ ഇക്കരെ എത്തിക്കുന്നതോടൊപ്പം തന്നെ ഇക്കരെ കുടുങ്ങിപ്പോയ ആളുകളെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും അതുപോലെ ആശുപത്രിയിലേക്കും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആംബുലൻസുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാൾ ഏറെ ഞെട്ടിപ്പിക്കുന്ന രംഗം ചാലിയാറിൽ വരുന്ന മൃതദേഹങ്ങളുടെ എണ്ണമാണ്. മൃതദേഹങ്ങളുടെ എണ്ണം അവിടെ കൂടിക്കൂടി വരികയാണ്. ചില മൃതദേഹങ്ങൾക്ക് മനുഷ്യൻ്റെ രൂപം ഉണ്ടെന്ന് പറയാൻ കഴിയാത്ത ശൈലിയിൽ അത് ആകെ വികൃതമായിട്ടുണ്ട്. അവയവങ്ങളുടെ ഭാഗങ്ങൾ മാത്രം കിട്ടിയ ഒത്തിരി കേസുകളുണ്ടായി. മൃതദേഹങ്ങളുടെ എണ്ണം ചാലിയാറിൽ നിന്ന് കിട്ടുന്നതിൻ്റെ എണ്ണം ഓരോ നിമിഷം കൂടി വരുന്നതോടുകൂടി വല്ലാത്തൊരു ആശങ്ക ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് കാണുന്ന ആളുകൾക്കും ഉണ്ട്. മരിച്ച ആളുകളുടെ എണ്ണം TV സ്ക്രീനിൽ കൂടിക്കൂടി വരികയാണ്. മണിക്കൂറുകൾ അങ്ങനെ മുന്നോട്ട് പോകുന്നതോടുകൂടി
എണ്ണം 5ആയി, 10ആയി, 25ആയി, 50ആയി, 100ആയി, 150ആയി അങ്ങനെ വർദ്ധിച്ചു വരികയാണ്. കേരളത്തിൽ ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ഇത്രയേറെ മനുഷ്യജീവൻ നഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഗവൺമെന്റ് ഓഫ് കേരള, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോട് ദേശീയ ദുരന്തമായി വയനാടിനെ പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെടുന്നതും ഈ സമയത്തിലാണ്. ആ സമയത്താണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ ഒരു ഡയലോഗ് പറഞ്ഞത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന്. ആ വാചകത്തിൽ പിടിച്ച് ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുകയാണ്. തികച്ചും അനാവശ്യമായ ഒരു ഡയലോഗുമായിട്ട് അമിത്ഷാ കയറി വന്നു എന്ന് പിന്നീട് തെളിയിക്കപ്പെടുന്ന അനവധി ഇൻസിഡന്റുകൾ അനുബന്ധമായിട്ടുണ്ട്. എന്തായാലും രാഷ്ട്രീയം ഏത് ദുരന്തം ഉണ്ടാകുമ്പോഴും കടന്നു വരുമല്ലോ. പക്ഷെ അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ ഭംഗിയായിട്ട് തന്നെ അമിത്ഷായുടെ സ്റ്റേറ്റ്മെന്റും യഥാർത്ഥത്തിൽ എന്താണ് അവർക്ക് ലഭിച്ച നിർദ്ദേശങ്ങളെന്നും വ്യക്തമാക്കിക്കൊണ്ട് ഒരു പത്രസമ്മേളനവും നടത്തി. രാഷ്ട്രീയമായിട്ട് ഈ വിഷയത്തെ കാണാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥനയ്ക്ക് ഏതാണ്ട് ഫലമുണ്ടായി. കേരളത്തിലെ പ്രതിപക്ഷം ഏതാണ്ട് പൂർണ്ണമായും ഭരണകൂടത്തിന് ഒപ്പം നിൽക്കുകയാണ് ഉണ്ടായത്. സകല മേഖലകളിൽ നിന്നും ആളുകളുടെ സപ്പോർട്ടും അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും ദിവസം 1 കഴിഞ്ഞു. പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴേക്കും 150 അടി നീളത്തിൽ ഏകദേശം 3 മീറ്റർ വീതിയിൽ ഒരു പാലം നിർമ്മിക്കപ്പെട്ടു. 10 ടണ്ണിലധികം ഭാരമുള്ള വാഹനങ്ങൾ വരെ ആ പാലത്തിൽ കൂടി കടത്തിക്കൊണ്ടു പോകാൻ പറ്റും. ആ പാലം വന്നോടുകൂടി മറുഭാഗത്ത് കുടുങ്ങിപ്പോയ ആളുകളെ രക്ഷിക്കാനുള്ള ആ ശ്രമം കുറെ കൂടി എളുപ്പമായി. എന്നാൽ ഇതിനിടയിൽ ചാനൽ പ്രവർത്തകരിൽ പലരും മറുകരയിലേക്ക് ധൈര്യമായി പോവുകയും അവിടുന്ന് മുണ്ടക്കൈയിലെത്തി അവിടെയുള്ള അവസ്ഥ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അവിടെ നിന്നുള്ള അവസ്ഥ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടുകൂടി ആ വാർത്ത കണ്ട ജനം ശരിക്കും ഞെട്ടിയെന്ന് തന്നെ പറയാം. ആ മുണ്ടക്കൈ എന്ന ഗ്രാമത്തിലെ പല മേഖലകളും കാണാനില്ല. ആ സമയത്താണ് ഏരിയൽ വിഷ്വലുകൾ ശരിക്കും TV ചാനലുകൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. പുഞ്ചിരി വട്ടത്തുനിന്ന് ഉണ്ടായ ആ ഉരുൾപൊട്ടൽ ചുരൽ മല വരെ എന്ത് ഫലങ്ങളാണ് ഉണ്ടാക്കിയെന്നുള്ള ഒരു വിഷ്വൽ കാണുമ്പോൾ നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു വ്യാപ്തി ബോധ്യമാവും. എന്താ പറയുക, വൻ വീതിയിൽ ഒരു മേഖല പൂർണ്ണമായും ഒഴുകിങ്ങി പോയിരിക്കുകയാണ്. ദുരന്തത്തിൽ അകപ്പെട്ടു പോയ ആളുകളെ സഹായിക്കാനുള്ള ദൗത്യങ്ങളുമായി എല്ലാ മേഖലയിൽ നിന്നും ആളുകളുടെ ഇടപെടലുകൾ അനുസ്യൂതം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഭക്ഷണ സാധനങ്ങളായാലും വസ്ത്രമായാലും മറ്റെല്ലാ സംവിധാനങ്ങളും വയനാടേക്ക് ഏതാണ്ട് ഒഴുകി തുടങ്ങിയിരുന്നു. ക്യാമ്പുകളിൽ എത്തിയിരിക്കുന്ന ആളുകൾക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതെ നോക്കുന്ന നടപടിയിലേക്ക് നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരൊക്കെ കടന്നിട്ടുണ്ട്. എന്നാൽ ഇതേ സമയത്ത് നിലമ്പൂരിലെ ആ ആശുപത്രിയിൽ കണ്ണു നനയിപ്പിക്കുന്ന കാഴ്ചകളുടെ ഒരു ശൃംഖല ആരംഭിക്കുകയാണ്. മൃതദേഹങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ആ മൃതദേഹങ്ങൾ അവിടെ നിന്ന് മേപ്പാടിയിലേക്ക് കൊണ്ടുപോകാനുള്ള ആംബുലൻസുകൾ എത്തിയപ്പോൾ അതൊരു വല്ലാത്ത കാഴ്ചയാണ്. 100 കണക്കിന് ആംബുലൻസുകൾ നിരന്നു കിടക്കുന്ന ആ കാഴ്ച ഇതിനു മുമ്പ് എവിടെയെങ്കിലും കേരളത്തിൽ നമ്മൾ കണ്ടതായി ആരും ഓർക്കുന്നു പോലും ഉണ്ടാവില്ല. ഒരു ആശുപത്രിയിൽ നിന്ന് വരി വരിയായിട്ട് ആ ആംബുലൻസുകൾ നീങ്ങുന്ന കാഴ്ച, കണ്ണ് നനയിപ്പിക്കുന്ന കാഴ്ച ചാനലുകൾ നമുക്ക് മുന്നിൽ കാണിച്ചപ്പോൾ ആ കാഴ്ചയ്ക്ക് ശരിക്കും കമൻട്രി പോലും ആവശ്യമില്ല. വല്ലാതെ കണ്ണ് നനയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ആ ആംബുലൻസുകൾ മേപ്പാടിയിൽ എത്തുമ്പോൾ അതിലേറെ ദയനീയമായ രംഗമാണ് നമ്മൾ കാണുന്നത്. ആ ആംബുലൻസുകൾ എത്തുമ്പോൾ ആംബുലൻസിന് അടുത്തേക്ക് ഓടിയെത്തുന്ന ആളുകൾ വല്ലാത്ത പ്രതീക്ഷയോടുകൂടി ആംബുലൻസിനകത്തേക്ക് നോക്കും. സാധാരണഗതിയിൽ ഒരു ആംബുലൻസ് വരുമ്പോൾ പ്രതീക്ഷയോടുകൂടി നോക്കുന്നത് അകത്തുള്ള ആളിന് ജീവനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. പക്ഷെ ഇവിടെ അതല്ല. ഓടിയെത്തി നോക്കുന്ന ആളുകൾ നോക്കുന്നത് അവരുമായി ബന്ധമുള്ള കാണാതെ പോയ ആളിൻ്റെ ബോഡിയാണോ എന്നറിയാനാണ് അവരെത്തി നോക്കുന്നത്. അവർക്ക് ആ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. അവരുടെ ഉറ്റവർ, വേണ്ടപ്പെട്ടവർ ഒക്കെയാണ് മിസ്സായിരിക്കുന്നത്. ആ മിസ്സായ ആളിൻ്റെ ബോഡിയാണെങ്കിൽ അവർക്ക് ആ ബോഡി ഏറ്റുവാങ്ങാം. അതല്ലാതെ വേറെ ഒരു മോഹവും അവർക്കില്ല. ഓടിയെത്തുന്ന ചിലർക്ക് ആ മുഖം കാണുമ്പോൾ അവരുടെ ബോഡിയാണെന്നുള്ള തോന്നലുണ്ടാവുകയും ആ ബോഡി അവർ ഏറ്റുവാങ്ങുകയും ചെയ്യും. ബാക്കി ആളുകൾ നിരാശരായി മടങ്ങുന്ന കാഴ്ചയാണ്. ആ നിരാശരായി മടങ്ങുന്ന ആളുകളുടെ കണ്ണുകളിലേക്ക് നമ്മളൊന്ന് നോക്കുമ്പോൾ അവരുടെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീർ പോലും ഇല്ല എന്ന് കാണാം. കരഞ്ഞ് അവരുടെ കണ്ണിലെ കണ്ണുനീർ വറ്റിയിട്ടുണ്ട്. ശരിക്കും ഒരു വല്ലാത്ത അവസ്ഥ. ഇതേ സമയത്ത് ചൂരൽമലയിൽ നിന്നും അതുപോലെ മുണ്ടക്കയത്തു നിന്നും കളക്ട് ചെയ്യപ്പെട്ട ബോഡികളുണ്ട്. ആ ബോഡികളും ഇതുപോലെ
മേപ്പാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ബോഡികളൊക്കെ സംസ്കരിക്കുന്ന ഒരു ചടങ്ങ് തുടർന്ന് നടക്കുകയാണ്. ആ ബോഡികളിലുള്ള ആളുകൾ ഏത് മതത്തിലുള്ളവരാണ്, ഏത് ജാതിയിലുള്ളവരാണ് എന്നൊന്നും നോക്കാതെ കോമൺ ആയിട്ട് ആ ബോഡികൾ സംസ്കരിക്കുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത്. നിലമ്പൂരിൽ നിന്നുള്ള ബോഡിയാണെങ്കിൽ N എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ചുരൽമലയിൽ നിന്ന് കിട്ടിയ ബോഡിയാണെങ്കിൽ C എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. C ആണോ N ആണോ എന്നല്ലാതെ അത് ഇന്ന വ്യക്തിയുടെ ബോഡിയാണെന്ന്, അല്ല ഇന്ന മതത്തിൻ്റെ ആളുടെ ബോഡിയാണെന്ന് ഒരു തരത്തിലുമുള്ള അറിയിപ്പും കൊടുക്കാതെയുള്ള ഒരു പൊതു സംസ്കാര പരിപാടിയാണ് തുടർന്ന് നടന്നത്. എല്ലാ ജാതി മതസ്ഥരും എല്ലാ ആളുകൾക്കും ആ ബോഡികൾ അങ്ങനെ സംസ്കരിക്കാൻ മാത്രമേ തോന്നിയുള്ളൂ എന്നതാണ് സത്യം. ഇതേ സമയത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വന്നിരിക്കുന്ന ആളുകൾ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. ചില രംഗങ്ങൾ നമ്മളെ ഞെട്ടിപ്പിക്കും. ഏകദേശം ഒരു 6 കുട്ടികൾ അവരുടെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 5 കുട്ടികൾ അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ നഷ്ടപ്പെട്ടവരാണ്. ആ കുട്ടികൾ വല്ലാത്തൊരു അവസ്ഥയിലാണ്. എന്നാൽ ചില വീടുകളിൽ ഉറ്റവരൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഒരാളോ 2 പേരോ മാത്രം അവശേഷിക്കുന്നുണ്ട്. ആ ശൈലിയിലുള്ള ആളുകൾക്ക് എന്താണ് നമ്മളോട് പറയേണ്ടതെന്ന് ശരിക്കും അറിയാത്ത ഒരു മാനസികാവസ്ഥയാണ്. അവർക്കൊന്നും പറയാൻ കഴിയുന്നില്ല. വല്ലാത്തൊരു ഭയം അവരുടെ ഉള്ളിലുണ്ട്. അവരുടെ ചെവിയിൽ ആ ശബ്ദം അങ്ങനെ മുഴങ്ങുകയാണ്. ആ ഹുങ്കാര ശബ്ദം, വല്ലാത്തൊരു ശബ്ദത്തോടുകൂടി ആ മലവെള്ളം ഒലിച്ചു വന്നപ്പോൾ ആ ശബ്ദം അവരുടെ ചെവിയിലങ്ങ് ഉറച്ചു നിൽക്കുകയാണ്. അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ അതാണ് ശരി. കണ്ണടയ്ക്കുമ്പോൾ ആ ശബ്ദം ഇങ്ങനെ അവരുടെ ചെവിയിലേക്ക് വരും. കാഴ്ച അടുത്തുകൂടി ഒഴുകിപ്പോകുന്ന ഡെഡ് ബോഡികളാണ്, മരങ്ങളാണ്, വീടുകളാണ്, ചെളിയാണ്. മൂക്കിലേക്ക് ആ രൂക്ഷമായ ഗന്ധം പിന്നെ കയറി വരികയാണ്. വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ക്യാമ്പിലുള്ള ഒട്ടുമുക്കാൽ ആളുകൾക്ക്. ഒരു ശൈലിയിലും നമുക്ക് ചിന്തിക്കാനാവാത്ത വിധത്തിൽ ഒരു ദുരന്തമാണ് ഉണ്ടായത്. വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചിരുന്ന 32 വിദ്യാർത്ഥികളാണ് ആ രാത്രിയിൽ ആ മലവെള്ളപ്പാച്ചിലിൽ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായത്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വയനാട്ടിൽ ടൂറിസ്റ്റുകളായി എത്തിയ ആളുകളും ഈ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയവരുടെ കൂട്ടത്തിലുണ്ട്. ഒറീസയിൽ നിന്ന് ഒരു 4 ടീം വയനാട് കാണാൻ എത്തിയിരുന്നു. അതിലിപ്പോൾ ഒരാൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇതുപോലുള്ള ഒത്തിരി കേസുകളുണ്ട്. ഗവൺമെന്റിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 336 ആളുകളാണ് മരണപ്പെട്ടത്. 397 ആളുകൾ പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ തന്നെ 78 ആളുകളെ കുറിച്ച് ഒരു വിവരവുമില്ല. അവരെ എങ്ങോട്ട് ഒഴുകിപ്പോയെന്ന് ആർക്കും അറിയത്തില്ല. വൻതോതിൽ ചെളി അടിഞ്ഞു കിടക്കുന്ന ഭാഗത്ത് ചിലപ്പോൾ അവർ ചെളിയുടെ അടിയിൽ പെട്ടുപോയിട്ടുണ്ടാവാം. ചാലിയാറിൽ നിന്ന് ലഭിച്ച പല മൃതദേഹങ്ങളും ആദ്യമൊക്കെ വെള്ളത്തിന് മുകളിൽ നിന്നാണ് കിട്ടിയെങ്കിലും പിന്നീടൊക്കെ ശരീര പാർട്ടുകളായി ചെളിയിൽ പൊതിഞ്ഞു കിടക്കുന്ന ശരീരമാണ് കിട്ടിയത്. അതേ ശൈലിയിൽ തന്നെയാണ് മുണ്ടക്കയിൽ നിന്നും അതുപോലെ ചുരൽമലയിൽ നിന്നും പല ബോഡികളും കിട്ടിയത്. പല വീട്ടുകാരും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്നതേ ഉള്ളൂ. 600 ഏക്കറോളം കൃഷിഭൂമിയാണ് ആ ഉരുൾപൊട്ടലിൽ മാത്രം നശിപ്പിക്കപ്പെട്ടത്. ഹാരിസൺ എസ്റ്റേറ്റിന്റെ ആ തേയില എസ്റ്റേറ്റിന്റെ ഒരു നല്ല ഭാഗം ഒഴുകിപ്പോയ സ്ഥലത്തിന്റെ ഭാഗമാണ്. ആ ദിവസം ഒഴുകിപ്പോയ തേയിലയുടെ മൂല്യം ഏകദേശം 3.5 കോടി രൂപ വരും. വൻ നാശനഷ്ടമാണ് അവിടേക്ക് ഉണ്ടായെന്നർത്ഥം. ശരിക്കും ഈ തേയിലയെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതെന്നുള്ള ചോദ്യത്തിന് ഈ തേയിലയ്ക്കും ഒരു ഉത്തരം പറയാനുണ്ട്. തേയിലത്തോട്ടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി കാലങ്ങളായി പല ആളുകളും ആ ഭൂമിയിൽ വരുത്തിയ മാറ്റമാണ് വയനാടിന്റെ പ്രകൃതിയിൽ വൻതോതിൽ മാറ്റം വരുത്തിയത്. അവിടെ ഉണ്ടായിരുന്ന മരങ്ങളും ആവാസ വ്യവസ്ഥയും മറ്റൊരു ശൈലിയിലാണ് നിലനിന്നിരുന്നത്. അത് മുഴുവൻ മുറിച്ചു മാറ്റി ഒരേ ശൈലിയിലുള്ള തേയില നട്ടുപിടിപ്പിച്ചതോടുകൂടി മണ്ണിന്റെ ഉറപ്പ് നഷ്ടമായതുകൊണ്ടാണ് ഈ ഉരുൾപൊട്ടലുകൾ ഉണ്ടായതെന്നാണ് ഇപ്പോൾ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഈ ഉരുൾപൊട്ടലിൽ മനുഷ്യന് അവൻ്റെതായ പങ്കുണ്ടെന്നാണ്. ഇവിടെ ഈ ജീവൻ നഷ്ടപ്പെട്ട ആളുകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 17 കുടുംബങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായത്. പക്ഷേ ബാക്കിയുള്ള ആളുകൾ ഉണ്ടല്ലോ, അവരുടെ ദുരിതത്തിന് ഒരു ആശ്വാസം ഉണ്ടാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ കണ്ട കാഴ്ചകളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു സങ്കടമുള്ള കാര്യമാണ്. ഈ ദുരന്തത്തിൻ്റെ ഭാഗമായ ആളുകളുടെയൊക്കെയും മാനസിക അവസ്ഥ വല്ലാത്ത വിഷമത്തിലാണ്. ശരിക്കും ഈ ദുരന്തത്തോട് ഇപ്പോഴും അങ്ങോട്ട് പൊരുത്തപ്പെടാൻ പലർക്കും പറ്റിയിട്ടില്ല. ഒരു സൈക്കോളജിക്കൽ ഇഫക്റ്റ്
ഈ ദുരന്തം അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ആ മേഖലയിൽ ഒരു താമസം അതവർക്ക് സങ്കല്പിക്കാനാവുന്ന ഒന്നല്ല. അവർക്ക് ഒരു റീഹാബിലിറ്റേഷൻ വേണമെന്നർത്ഥം. മറ്റൊരു സ്ഥലത്തേക്ക്, മറ്റൊരു മേഖലയിലേക്ക് അവരെ പറിച്ചു നടാൻ നമ്മളെല്ലാവരും സഹകരിക്കേണ്ട സമയമാണ്. ആ സഹകരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഓഫറൊക്കെ വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും ടീമും 100 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാം എന്നുള്ള ഓഫർ വെച്ചിട്ടുണ്ട്. അതുപോലെ പലരും ആ ശൈലിയിൽ ഓഫർ വെച്ചിട്ടുണ്ട്. കുടുംബശ്രീ അംഗങ്ങൾ മാത്രം 2 ദിവസത്തെ കളക്ഷൻ എടുത്തു നൽകിയപ്പോൾ അത് 20 കോടിക്ക് മുകളിൽ വരും. സാലറി ചലഞ്ചിൻ്റെ ഭാഗമായി സഹകരിച്ച ജീവനക്കാർ ഏകദേശം 200 കോടി രൂപയാണ് സർക്കാരിന് കളക്ട് ചെയ്ത് കൊടുത്തത്. ഇതുപോലെ ഒരുപാട് മേഖലകളിൽ നിന്ന് പണം സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്നുണ്ട്. ഈ പണം ഭംഗിയായി വിനിയോഗിച്ചാൽ ഇവർക്കൊക്കെ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സർക്കാരിന് പറ്റിയേക്കും. അതിന് സർക്കാർ ശ്രമിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. ഈ ദുരന്തം പറഞ്ഞ് സ്ഥലത്തെത്തിയ രാഹുലും പ്രിയങ്കയും മോഹൻലാലും എന്ന് വേണ്ട സകല ആളുകളും ഈ സഹായത്തിന് മുന്നോട്ട് നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സ്ഥലം മുഴുവൻ ഹെലികോപ്റ്ററിൽ നിന്ന് കണ്ടതിന് ശേഷം ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. കൂടെ നിൽക്കാം എന്നുള്ള ഉറപ്പാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭരണ തലവൻ എന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിണറായി വിജയന് കൊടുത്തിരിക്കുന്നത്. ഈ ദുരന്തം വയനാട്ടിലെ ആ റിമോട്ടായ സ്ഥലത്ത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന ചോദ്യത്തിന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സമിതി മാത്രമല്ല പലരും ഒരു ഉത്തരം നൽകുന്നുണ്ട്. ആ ഉത്തരങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം അവിടെയുള്ള കോറികളാണ്. പണ്ടൊക്കെ പാറ പൊട്ടിച്ച് കൊണ്ടുപോകുകയേ ഉള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ആ കോറികളിൽ തന്നെ പാറപ്പൊടി ഉണ്ടാക്കും. മണലിന് പകരം പാറപ്പൊടിയാണല്ലോ നമ്മളൊക്കെ വീടുകളിൽ ഉപയോഗിക്കുന്നത്. ഈ പാറപ്പൊടി ഉണ്ടാക്കുന്ന പ്രക്രിയ ഈ മലപ്രദേശത്ത് തന്നെ നടക്കുമ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടാവും. ഈ പാറപ്പൊടി കാറ്റിടിച്ച് പതുക്കെ ഉയരും. അത് അന്തരീക്ഷത്തിൽ ശരിക്കും തങ്ങി നിൽക്കുമ്പോഴാണ് അറബിക്കടലിൽ നിന്ന് മഴമേഘങ്ങൾ നമ്മുടെ സഖ്യപർവ്വതം ലക്ഷ്യമാക്കി നീങ്ങി വരുന്നത്. ഈ മഴമേഘങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആ മഴമേഘങ്ങളിലുള്ള നീരാവിക്ക് കട്ടി പിടിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വേണം. ചെറിയ തരികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തരിക്ക് ചുറ്റുമായിട്ടാണ് നീരാവി കട്ടിപിടിക്കുക. ഇഷ്ടംപോലെ കോറിയുള്ള മേഖലകളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഈ പാറപ്പൊടികളുടെ പൊട്ടുകൾ ഉണ്ടാകുമ്പോൾ അവയ്ക്ക് ചുറ്റും നീരാവിക്ക് കട്ടിപിടിക്കാൻ അധികം സമയമൊന്നും വേണ്ട. അങ്ങനെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മേഖലയിൽ മഴമേഘങ്ങളുടെ അളവ് കൂടാൻ വലിയ സാധ്യതയുണ്ട്. കോറികളുടെ എണ്ണം കൂടുതലുള്ള മേഖലകൾ കൂടുതൽ വ്യാപകമായിട്ട് മഴമേഘങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ പഠനം സൂചിപ്പിക്കുന്നത്. ദുബായിലേക്ക് മഴ പെയ്യിക്കാനായി മേഘത്തിൽ നമ്മൾ ഈ സിൽവർ നൈട്രേറ്റൊക്കെ വാരി വിതറും. അവിടെ പൊടി വിതറുമ്പോൾ ആ പൊടിക്ക് ചുറ്റുമായിട്ട് നീരാവി കട്ടിപിടിച്ച് മഴയായി മാറുന്ന പോലെ ഈ കോറികളുള്ള ഭാഗത്ത് അതങ്ങ് സംഭവിക്കുന്നതാണ്. നോക്കുക, അവിടെയും മനുഷ്യ നിർമ്മിതിയാണ് ആ വലിയ മഴമേഘം ഉണ്ടാകാനും പെട്ടെന്ന് നിശ്ചിത സമയത്തിനുള്ളിൽ ആ ഭൂമിക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാളേറെ മഴ പെയ്യിക്കാൻ ഇടവന്നത്. ഭൂമിക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ മഴ പെയ്തപ്പോൾ സാധാരണഗതിയിൽ എത്ര മഴയും താങ്ങുന്ന ഭൂമിക്ക് ചില സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളൊക്കെ നമ്മൾ പൊളിച്ചു മാറ്റി തേയില നട്ടോടുകൂടി ആ ഭൂമിയിലെ മണ്ണിനെ താങ്ങാനൊരു സംവിധാനവും ഇല്ലാതെ വന്നു. രണ്ടും മനുഷ്യ നിർമ്മിതിയാണ്. മനുഷ്യൻ തന്നെ മനുഷ്യന് അന്ധയനായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അവിടെ കണ്ടത്. ഇതുവരെ വയനാടത്തെ ദുരന്തത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.